നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ മാറ്റി വെച്ച ചുരിദാർ, ലെഗിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ട് വന്നോളൂ കേട്ടോ. നമുക്കതുകൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഞാൻ ഒരു ചുരിദാറും പിന്നെ പഴയ ചുരിബോട്ടുണ്ടല്ലോ, ചുരിബോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ലാതെ വെട്ടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. ഇതുണ്ടാക്കാൻ നമുക്ക് കോട്ടൺ ഡ്രസ്സാണ് നല്ലത്. ചുരിദാർ അല്ലെങ്കിൽ നൈറ്റിയോ അല്ലെങ്കിൽ അണ്ടർസ്കർട്ടോ അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കുക. ഓക്കെ. പൊതുവേ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അലമാരുടെ അടിയിലൊക്കെ കൊണ്ടിടും അല്ലേ. പക്ഷെ നമുക്കിതുകൊണ്ട് ഏപ്രൺ ഉണ്ടാക്കാം, മാറ്റ് ഉണ്ടാക്കാം, മോപ്പ് ഉണ്ടാക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇമാജിൻ അനുസരിച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചുരിദാർ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ തന്നെ അപ്പോൾ ഒക്കെ കണ്ട തുന്നലൊക്കെ വിട്ടു. ഇനി അതും അതുപോലെ ഒന്ന് ഇതിനൊന്ന് അളവൊന്നും നോക്കിയിട്ടൊന്നല്ല കേട്ടോ വെട്ടണ, ഒരു കണക്കിന് അങ്ങോട്ട് വെട്ടുകയെന്നേ ഉള്ളൂ. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അത് ആ ചുരിദാറും കൂടി ഞാൻ വെട്ടുകയാണേ. അപ്പോൾ നമ്മുടെ വെട്ടലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ വേണ്ട വെച്ചാൽ ഈ വെട്ടിയ എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ മോളിക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. നല്ല വശങ്ങൾ വെച്ചിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. മൊത്തം തയ്ച്ചെടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ 2 കളറുള്ള തുണികളാണ് വെട്ടിയിരിക്കുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇട കലർത്തിയിട്ട് വേണമെങ്കിൽ മോളിക്ക് വെക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും മെഷീൻ വേണ്ടി വരും കേട്ടോ. മെഷീൻ ഇല്ലാതെ കൈകൊണ്ട് എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, ആ നീളത്തിൽ തയ്ച്ചതിനെ ഒന്ന് മടക്കിയടിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മടക്കിയടിക്കുക. ഈ മടക്കിയടിക്കുമ്പോൾ ഇനി വേണമെങ്കിൽ അതിൻ്റെ ആ എഡ്ജുകളൊക്കെ ഉണ്ടല്ലോ, എഡ്ജുകൾ ഉള്ളിലേക്ക് ആക്കിയിട്ടും മടക്കിയടിക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് അങ്ങനെയല്ല, ആ മടക്ക് കൂടെ കണ്ടോ, ആ മടക്കിയിട്ട് അവിടെ കൂടെ അങ്ങോട്ട് അടിച്ചിരിക്കുകയാണ്. ഇനി ഇതിലൊരു കാര്യം കൂടിയേ ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ വലിയൊരു സൂചി എടുക്കുക. ഇതുപോലെ വലിയൊരു സൂചി എടുത്തിട്ട് ആ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഏറ്റവും ഫസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി ഇതുപോലെ തല തിരിച്ചിട്ട് ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് അതായത് ആ അടി മുഴുവൻ തുന്നലുണ്ടല്ലോ, തുന്നൽ മുഴുവൻ നമ്മൾ ഉള്ളിലേക്ക് ആക്കുക. അങ്ങനെ നമ്മുടെ എല്ലാം അത് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും. അടി മുഴുവൻ സ്റ്റിച്ച് മുഴുവൻ ഉള്ളിലേക്ക് പോയില്ലേ. ഇനി നമ്മൾ ഏകദേശം ഒരു 22-23 ഇഞ്ച് നീളത്തിൽ ഇതിനെ നമ്മൾ നീളത്തിൽ അടിച്ചു വെച്ചിരിക്കല്ലേ, അതിങ്ങനെ പീസായിട്ട് മുറിച്ചെടുക്കുക. 22ഓ 23ഓ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. മൊത്തം മുറിക്കണം. വലിയ 22 എന്നുള്ളത് ഇപ്പോൾ 24 ആയാലും 25 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി മുറിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, രണ്ട് കളറായിട്ടല്ലേ. അപ്പോൾ എന്തിനാണിപ്പോൾ കളർ ചെയ്തതെന്ന് മനസ്സിലായില്ലേ, ഇട കലർത്തി ചെയ്തപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ. ഇതുപോലെ മൊത്തം നമ്മൾ പീസായിട്ട് വെട്ടി വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചുരിദാർ വെട്ടിൻ്റെ ബാക്കി തുണിയിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ഒരു പ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലൊരു പീസ് മുറിക്കുക. ഇതിപ്പോൾ നമുക്കൊരു 4 പീസ് കിട്ടും. നമുക്ക് 4 പീസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 2 3 ഒക്കെ ധാരാളം മതി. നമ്മൾ വേറൊരു കളറ് വ്യത്യാസത്തിൽ ഒരു പീസും കൂടി വെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ആ അടയാളത്തിൻ്റെ അത് കൂടെ അങ്ങനെ വെട്ടിയെടുക്കുക. ഇപ്പം നമ്മൾ മൊത്തം ഒരു 5 പീസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഏകദേശം ഒരു 4 പീസിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ റൗണ്ട് ഷേപ്പിലെടുത്ത തുണി ഉണ്ടല്ലോ, അതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട. പകരം നമ്മൾ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യണില്ല. പകരം ഇതുപോലെ ഒരു മുട്ട് സൂചി കൊണ്ട് ഒന്നിങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് കൊടുക്കുക ചുറ്റും. അത്രേ വേണ്ടൂ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ പീസുകൾ ഈ റൗണ്ട്
ഷേപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തേക്കല്ല അകത്തേക്ക് കേട്ടോ. പുറത്തേക്ക് വെച്ച് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അകത്തേക്ക് ചെയ്യണം. ചെയ്ത് വരുമ്പോൾ ഞാൻ എന്താ പറയണമെന്ന് മനസ്സിലാവും. സ്റ്റിച്ച് മുഴുവൻ അപ്പോൾ ഉള്ളിലേക്ക് വരും, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ എഡ്ജുകളാണ് നമ്മൾ അടിച്ച് പിടിപ്പിക്കുന്നത്, നടുവല്ല കേട്ടോ. ഓരോന്നിൻ്റെയും അതുപോലെ എഡ്ജുകൾ ഓരോന്നായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഇടയിലോ വരിക്കായിട്ടോ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. എങ്ങനെയായാലും ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, അകത്തേക്കാണ് ഇത്. ഈ റിബണുകളൊക്കെ വയ്ക്കണ അകത്തേക്കാണ്, പുറത്തേക്കല്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ അതിൻ്റെ ചുറ്റും തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ആ നീല തുണി നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത അതേ ഭാഗത്ത് വെച്ചിട്ട് വേണം തുന്നാൻ കേട്ടോ. അപ്പുറത്തല്ല, എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അവിടെ തന്നെ ബ്ലൂ അല്ല വേറെ ഏതാന്ന് വെച്ചാൽ വെച്ചിട്ട് വേണം തുന്നാൻ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് മൂന്നും കൂടി നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും, തർക്കമൊന്നുമില്ല. പക്ഷെ ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തുന്നണതും കൈകൊണ്ട് തുന്നണതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മെഷീനിൽ തുന്നാതെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ഇതിങ്ങനെ തുന്നണതെന്നോ ഇങ്ങനെ മാറി അപ്പുറത്തേക്കായിട്ട് തുന്നിയെടുക്കുക. അത് നല്ല കട്ടി നൂലാണ്, ഇത് ഒരിക്കലും നൂല് വിടുന്ന പ്രശ്നമില്ല. സൂചിയും വലുതാണ്, അപ്പോൾ കയ്യിൽ കുത്തൂല്ല കേട്ടോ. അത്രയൊക്കെ ശ്രദ്ധിക്കേണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ തുന്നിയത് പുറത്തേക്ക്, അതായത് തുന്നിയത് അകത്തേക്ക് ഇട്ടിട്ട് ആ ഒരു റിബണുകളൊക്കെ പുറത്തേക്ക് ആക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല, അത് കൈകൊണ്ട് തയ്ച്ചാൽ ചേർക്കുക. അത്രേ വേണ്ടൂ, കൈകൊണ്ട് തയ്ച്ച് ചേർക്കുക കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ എന്താ ഞാൻ ഉണ്ടാക്കിയതെന്ന്? നമ്മുടെ വീട്ടിലേക്ക് എന്നും ആവശ്യമുള്ള മോപ്പാണിത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചുകൾ മുഴുവൻ അകത്തായതുകൊണ്ട് നൂലെടുക്കണ പ്രശ്നം വരില്ല. പിന്നെ പെട്ടെന്ന് അഴിഞ്ഞു പോവില്ല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ. മോപ്പ് പല റേറ്റിലും മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, അറിയാലോ. മാർക്കറ്റിൽ പോയാൽ പല റേറ്റിലും 100 രൂപ മുതൽ 1000 രൂപ വരെ റേറ്റിലുണ്ട്. മിക്കവാറും ഒരു 2, 3, 4 മാക്സിമം ഒരു 5 മാസം, വില കൂടുന്തോറും കുറച്ചും കൂടി അധികം ഉപയോഗിക്കാൻ പറ്റും, വേഗം നാശമാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ, അടിപൊളി മോപ്പ് ഇതുപോലെ ചെറിയൊരു സമയം ഒന്ന് മെനക്കെടുത്തിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുന്നേ മോപ്പ് ഉണ്ടാക്കുന്ന 2 വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണേ. അപ്പോൾ ഇതാ തുന്നിക്കഴിഞ്ഞപ്പോൾ 2 ഭാഗം തുന്നിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങനെ കിട്ടി. അതാ എല്ലാ സ്റ്റിച്ചും അകത്ത് പോയി, തുന്നിയതും അതിൻ്റെ എല്ലാ റിബണുകളും പകത്തായി, നല്ല ഭംഗിയായില്ലേ? ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് റെഡിയാക്കി എടുക്കണം. ഒന്നുമില്ലെങ്കിൽ പൈപ്പ് നമ്മുടെ വീട്ടിലുള്ളത് റെഡിയാക്കി എടുക്കുക, അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞാൽ മേടിക്കാനും കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് വേറൊരു കാര്യത്തിനും കൂടി ഉപയോഗിക്കാം കേട്ടോ. അതായത് നിലം തുടയ്ക്കാൻ മാത്രമല്ല, ചൂലിന് പകരം പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകണം, അകൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വെച്ചോളൂ, ചൂലിന് പകരം നമുക്ക് ഈ മോപ്പ് തന്നെ ഇട്ടിട്ട് നിലമൊക്കെ തുടയ്ക്കാൻ പറ്റും. കാരണം ഇത് നല്ല കോട്ടൺ തുണിയാണല്ലേ, പൊടിയൊക്കെ പെട്ടെന്ന് അടിച്ച് കിട്ടും. പിന്നെ ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് പൊടി തട്ടുമ്പോൾ ഉള്ള അലർജിയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. കാരണം ഈ തുണിയിലേക്ക് പൊടി അങ്ങനെ പിടിക്കും. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടെന്ന് പറയാം കേട്ടോ. നമ്മൾ പൈപ്പിൽ കൂടെ ഈ മോപ്പ് ഇടുമ്പോൾ അതങ്ങനെ ഉരസി താഴത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി, ഒരു തടസ്സം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ കെട്ടിടുന്നത്. ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോപ്പ് കീഴ്പ്പെട്ടേക്ക് ചാടുകയില്ല, പ്രോമിസാണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ചാടില്ല. ഒന്ന് മുറുക്കണം എന്നേ ഉള്ളൂ. ഇനി മുറുക്കിയത് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഫെവി ബോണ്ടോ അങ്ങനെ കട്ടി പശ കിട്ടുമല്ലോ, ആ പശ കൊണ്ട് ഒന്ന് അങ്ങോട്ട്
നല്ല കട്ടി ഒരു തരം ഗമ്മാണ് ഈ ഫെവി ബോണ്ട് എന്ന് പറയുന്നത്. നന്നായിട്ട് ഒട്ടും. സിന്തറ്റിക് എല്ലാ ഐറ്റംസും ഒട്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ അത് അനങ്ങില്ല. എന്നിട്ട് നമുക്ക് പിന്നെ തുണി നാശമാവുന്നതിനനുസരിച്ചിട്ട് മാറ്റി 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 ഉപയോഗിക്കാം. ഇപ്പോൾ മോളും താഴെയും ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലരൊക്കെ അടുക്കളയിലേക്ക് വേറെ മോപ്പ്, ഉമ്മറത്തേക്ക് വേറെ മോപ്പ്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അടുക്കളയിലേക്ക് ഉള്ള മോപ്പ് നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചളി കൂടുതലൊക്കെ ഉണ്ടാവില്ലേ, അതിന് പകരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2-3 മോപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ. നമുക്ക് തുണികൾ ഉണ്ടെങ്കിൽ അല്ലേ, പഴയ തുണികൾ എന്തായാലും ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ ഡാമേജ് വന്ന് മാറ്റി വെക്കേണ്ടത്, അത് ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പറയുകയാണേ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കൂ. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗമായെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കുടുംബത്തിലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, താങ്ക് യു.